മാട്ടുപ്പെട്ടി കുരിശടി. തിളച്ചിടയ്ക്ക് ചൂട്. മാട്ടുപ്പെട്ടി കുരിശടി നമ്മൾ കുരിശുമല തീർത്ഥാടനം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഫാക്ടറി ഉണ്ട്, കാറ്റാടി ജംഗ്ഷനുണ്ട്. മതിയല്ല? ഒഴിച്ചു. രണ്ട് ചായ. ഓക്കെ. ശരി. രണ്ട് ചായ, നാടൻ പാലിൻ്റെ ചായ. ഒന്നുമില്ല, എന്നും പൊന്മുടിയല്ലേ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ദിവസം പോണക്കാട് വരാം. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന് നാളെ പോണക്കാട് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങിയൊന്നുമില്ല. ഇന്ന് രാവിലെ അങ്ങനെ കഴിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ പോണക്കാട് പോകാം. പോണക്കാട് നോക്കി ഒരുപാട് പറയണ്ട, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഒരുപാട് നമുക്ക് ബന്ധമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇവിടെ ചെന്നാലും എനിക്കൊരു ചായ കൂടി ഉണ്ടല്ലോ, നല്ല നാടൻ പാലിൽ ഓരോ ചായ ഇങ്ങനെ അടിച്ചിട്ട് താഴോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് അതിനുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക്. ഊണ് ഓർഡർ ഉണ്ടല്ലേ ഇന്ന്? എന്നും ഉണ്ടോ ഓർഡർ? അല്ലേ, ആദ്യം ഞാനിവിടെ വന്നപ്പോ ഈ ഊട് തുടങ്ങിയിട്ട് എത്ര നാളായി? നേരത്തെ ഉണ്ട്. ഇടയ്ക്ക് സീസൺ തുടങ്ങുമ്പോ ഇവിടെ 50, 60, 100 ഊണ് വരെ ഇവിടെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ജോലിക്കാരുണ്ട്, അങ്ങനെയൊക്കെ. അല്ല, ഊണുള്ളതായിട്ട് ഞാൻ പണ്ട് ഇവിടെ വരുന്ന സമയത്ത് സാധാരണ പണ്ട് വരുന്ന സമയത്ത് ഞാൻ വന്നിട്ട് കുറെ നാളായി. വരുന്ന സമയത്ത് പലഹാരവും ചായയും അങ്ങനെയൊക്കെ ഉള്ളു. എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ നാളെ സീസൺ ആയതുകൊണ്ട് നമ്മൾ ഊണ് അല്ലെങ്കിലും ഉണ്ട് ഊണ്. പിന്നെ ഇനി പുറത്തുനിന്ന് ഒന്നും വേണ്ടല്ലോ, നല്ല നാടൻ പാലില് അല്ലേ ചായയും ഒക്കെ. പശുവും പാലും ഇവിടെ കവർ പാലൊന്നും കിട്ടൂല. സൂപ്പർ ചായ. ഞാനൊരു ചായ പ്രേമി ആയതുകൊണ്ട് രണ്ട് ചായ എനിക്കല്ല കേട്ടോ, ഒരു ചായ നമ്മുടെ സുനിൽ ചൈത്രത്തിന്. ഹോട്ടലിൽ നിന്ന് നല്ല നാടൻ പാലിലെ ചായയും ഊണൊക്കെ കഴിക്കാം. ഇത് നമ്മളെ വെയിറ്റിംഗ് ഷെഡ്. അപ്പോഴേക്കും വെയിറ്റിംഗ് ഷെഡിന് എന്തിന് ഡോറന്ന് പട്ടി കയറാതിരിക്കാൻ വേണ്ടി, പട്ടി ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അടിപൊളിയല്ലേ ഒരു വെയിറ്റിംഗ് ഷെഡ്, ഫ്രണ്ടിലൊരു കട, പുറകെ കുരിശടി അല്ലേ, രസമല്ലേ? അടിപൊളി. നല്ലൊരു കുറച്ചുകൂടെ ഈ വൈകുന്നേരം രാവിലെയൊക്കെ ആകുന്ന സമയത്താണ് കുറേ കൂടെ നല്ല ഭംഗി വരുന്നത്. പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങിയാണ്ടല്ലോ, ഇതെങ്ങനെ കിടന്നുറങ്ങിയുണ്ടോ, നല്ല കാറ്റും നല്ല അന്തരീക്ഷം, അടിപൊളിയാണ്, നല്ല തണുപ്പ്. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അതായത് ഇതൊക്കെ കാണുമ്പോൾ കുറേ ഓർമ്മകൾ. പഴയ ദൂരദർശൻ്റെ കാലഘട്ടത്ത് ശനിയാഴ്ച സിനിമ അന്ന് ശനിയാഴ്ച വൈകുന്നേരത്തായിരുന്നു സിനിമ. പിന്നെ അത് ഞായറാഴ്ചയാക്കി. ചിത്രഗീതവും ചിത്രഹാറും പിന്നെ ജെയിൻ റോബർട്ടും രാമായണവും അങ്ങനെയൊക്കെ ഇറങ്ങുന്ന ദൂരദർശൻ്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ടി വി സെൻറ്റർ. നമ്മൾ എവിടെ എന്ത് പറഞ്ഞാലും ടി വി സെൻറ്റർ എന്നേ പറയുള്ളൂ. അങ്ങനെ തന്നെ നാട്ടിൽ ഒരുപാട് ടി വി സെൻറ്ററുകളുണ്ട്. ഒരു ടി വി അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ ഉടനെ ടി വി സെൻറ്റർ. അങ്ങനെ അത് ഒരു സമയത്ത് ഞങ്ങൾക്ക് ഈ സ്കൂളിൽ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ശനി ഞായറും സ്കൂളില്ലല്ലോ. ശനി ഞായർ സ്കൂളില്ല, തിങ്കളാഴ്ച ഉള്ളൂ. അപ്പോൾ വെള്ളിയാഴ്ച അവിടെ നിന്ന് ആവേശത്തോടു കൂടി വരുന്നത് തന്നെ ശനി ഞായറും അവധിയാണ്. പിന്നെ സിനിമയുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയേ ഉള്ളൂ, ഈ ഒരു സാധനം ഉള്ളു. അത് തീർന്നു പോയി കഴിഞ്ഞാൽ അത് പിന്നെ വേറെ ഇല്ല. അപ്പോൾ ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഭയങ്കര രുചിയാണെന്ന് പറയുമ്പോഴല്ല, അന്ന് ഒരു സിനിമയുള്ളൂ. അതുകൊണ്ട് അതിന് ഉള്ള നിക്കർ ഉടുപ്പൊക്കെ ചെന്ന് കഴുകി എല്ലാം വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കപ്പലിൻ്റെയും കടലയുമാക്കിയുള്ള പൈസകളൊക്കെ സംഘടിപ്പിച്ചിട്ട് എല്ലാം കൂടെ വന്ന് ഒരു ഇരിപ്പുണ്ട്. ഇന്നത്തെ അത്യാവശ്യം ഒരു ഉത്സവപ്പറമ്പിലെ ഒരു മെഗാ ഷോ കാണത്തക്ക രീതിയിൽ ആ കാലഘട്ടത്തിലുള്ളവർക്ക് അറിയാം. ഇതിൻ്റെ കമൻറ്റുകൾ പറയണം. ആ കാലഘട്ടം ആസ്വദിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റുകൾ പറയണം. അല്ല ഉള്ളവർ പറയരുത്. കാരണം എല്ലാ തമ്പുരാക്കന്മാരും എല്ലാ സാറുമാരും എല്ലാ ആൾക്കാരും വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ടി വി സെൻറ്റർ എന്ന് പറയുന്നത്.
പിന്നെ ടി വികളൊക്കെ എല്ലാവരുടെ വീടുകളിലൊക്കെ കുറവാണ്, ഇല്ലല്ലോ, ഇല്ല, വലിയ വലിയ വീടുകളേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വന്ന് അവർ ന്യൂസ് കേൾക്കാനും, ന്യൂസ് 7:30 മണിക്ക് ന്യൂസ് തുടങ്ങിയാൽ 7:45 വരെ ന്യൂസാണ്. ആ ന്യൂസ് വായിക്കുന്ന അവർ അന്ന് ആ കാലഘട്ടത്തിൽ കേട്ടുവാരുന്ന പ്രാക്കിനൊരു കയ്യും കണക്കില്ല. കാരണം ഇത് കഴിഞ്ഞാലേ ബാക്കിയുള്ള സിനിമ കാണാൻ പറ്റുള്ളൂ. എന്നാൽ എല്ലാവരും എല്ലാം ഇരുന്ന് കാണും. ഒരല്പം പോലും കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോലും, ഒന്ന് അങ്ങോട്ടോ ഇന്നിങ്ങോട്ടോ പോകില്ല, ഇങ്ങനെ തന്നെ. കാരണം തുച്ഛമായിട്ടുള്ള പരിപാടിയില്ലേ ഉള്ളൂ. കറക്റ്റ് 8 മണിയാകുമ്പം അത് 8 ഓർമ്മയില്ല കേട്ടോ, 8:05 ഒക്കെ ആകുന്ന സമയത്ത് മാറ്റിയിട്ട് ഹിന്ദി പരിപാടിയാകണില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സൂക്ഷ്മയോടെ നോക്കിയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വാർത്ത കഴിഞ്ഞതിന് ശേഷം ബാലൻസ് സിനിമ കാണാനുള്ള ടൈമിൽ കറണ്ട് പോയാൽ പിന്നെ പോക്കാണ്. പിന്നെ ആ വാർത്ത വായിക്കുന്ന അവർ കേൾക്കുന്ന പ്രാക്കിനൊരു കൈ കിടക്ക് കാണില്ല. അത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് ഇത് കൊണ്ടുപോയി. എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പം അടുക്കളയിലൊരു ടി വി, സിറ്റ് ഔട്ടിലൊരു ടി വി, ഇവിടെ ഒരു ടി വി. ഇപ്പോൾ ഇനി നോക്കിയോ, പിന്നെ ഈ വീട്ടിലിരിക്കുന്ന ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസ്ഥകളായിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് എന്ന സമയത്ത് വലിയൊരു ടി വി, ആ ടി വിയിൽ കഴുകി ഉണക്കായിട്ടേക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതല്ലല്ലോ ഇത്, പിന്നെ ഇതിൻ്റെ ഒരു കറക്റ്റ് ഇതിൻ്റെ ഒരു തുണി കിട്ടുമല്ലോ, ടി വി കവർ. ഈ ടി വി കവറൊന്നുമില്ല, ഞങ്ങൾ യൂസ് ചെയ്യില്ല, ഞാൻ കയ്യിൽ കഴുകി ഉണക്കായിട്ടേക്കുന്നത്. ആ കാലഘട്ടങ്ങളിലൊക്കെ, കാരണം എല്ലാം ഫോണിൽ കൂടെ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ കുറ്റം പറഞ്ഞ് അവസാനം ഇതില്ല. ഇപ്പം നമ്മൾ വലിയ സംഭവങ്ങളിലേക്ക് പോയി. എനിക്കതിനെ തെറ്റ് പറയാൻ പറ്റില്ല, അതിൽ കൂടെയാണ് ഞാൻ ആൾക്കാരുടെ ഇടയിൽ വന്നത്. അപ്പോൾ എനിക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. എങ്കിലും അതും മാറിയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ഫോണിലേക്ക് അയക്കണം. അതുകൊണ്ട് ഇതിങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് പഴയ ഒരു കാലം എനിക്ക് ഓർമ്മ വന്നു. ഇങ്ങനെ ഈ നീല വെട്ടൂല, ഇങ്ങനെ ഒരാൾ കുറച്ചുകൂടെ ഒരല്പം കൂടെ തിരിച്ചേ, ഒന്നുകൂടെ തിരിച്ചേ, അങ്ങനെ ഒന്ന് തിരിച്ചേ എന്നൊക്കെ പറയുന്ന. പിന്നെ അതുമായിട്ട് നമുക്ക് നല്ല ഇപ്പോൾ ഒരു സിനിമ ആയിരുന്നാലും നല്ലൊരു പരിപാടിയായിരുന്നാലും ചിത്രഗീതമായിരുന്നാലും നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റില്ല. അത് എപ്പോഴും ഇങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ആയിക്കോട്ടെ. നമസ്കാരം, വാർത്തകൾ വായിക്കാം, അങ്ങനെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇങ്ങനെയല്ലേ ക്രിക്കറ്റ് എറിയാൻ പറ്റുന്ന ആൾ. അത് പിന്നെ അതിനൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു. ഇത്ര മണിക്ക് തുടങ്ങുക, ഇത്ര മണിക്ക് തീരുക. ഒരു സിനിമ ശനിയാഴ്ച ദിവസം മാത്രം, ഞായറാഴ്ച ഒരു പരിപാടി, ഇത്ര മണിക്ക് നിർത്തുന്നു, ഇന്ന ദിവസം മാത്രം ഒരു ചിത്രഗീതം, ഇന്ന ദിവസം മാത്രം കുട്ടികൾക്കുള്ളത്, പിന്നെ അങ്ങനെ വരുന്ന ഗ്രാമീണ പരിപാടികളെല്ലാം കൂടെ ചേർത്ത് ഒരു ടൈം ടേബിളുള്ളൊരു ഒരു പരിപാടിയും ഒരു ചാനലുമായിരുന്നു. അപ്പോൾ അതിനെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ പഴയ ഓർമ്മകളും നിക്കറും ഒക്കെ ഇട്ട് ഇങ്ങനെ കെട്ടി, ഇങ്ങനെയുള്ള കെട്ടി. ഇപ്പം ഞാൻ അതിനെ സ്കിറ്റിൽ കൂടെ അവതരിപ്പിക്കുന്നത്. പണ്ട് ഇങ്ങനൊരു കെട്ടുണ്ട്, ഇങ്ങനെ ചാടിയിട്ട് കെട്ടിയാലേ ഈ ഇളിയുടെ ഭാഗത്ത് നിക്കർ മേളിലോട്ട് വരുള്ളൂ. ഇങ്ങനെ ചാടി ഇങ്ങനെ ഒരു കെട്ടിയിട്ട് കപ്പലിൻ്റെയൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ റബ്ബർ കായും അതും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ആരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച പൈസ തരണം, സിനിമ കാണാൻ പോകാൻ വേണ്ടി മുട്ടായി വയ്ക്കാനുള്ള, കപ്പലിൻ്റെ വയ്ക്കാനുള്ള, അങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും ചില്ലറ പണികളൊക്കെ ചെയ്ത് ഇതെല്ലാം കൂടെ സ്വരൂപിച്ച് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തിരുവോണം, ഡ്രസ്സൊക്കെ കഴിയും ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വന്നിങ്ങനെ ഇരിക്കും 8 മണി വരെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും അവരവരുടെ വീടുകളിലൊക്കെ പോകുന്നത്. എല്ലാം ഞങ്ങളുടെ നാട്ടിൽ മിക്ക സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു എല്ലാവരും. ഇപ്പോൾ അവരവരുടെ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ആയ സമയത്ത് എൻ്റെ പാവപ്പെട്ട ഇതിനെ ഇങ്ങനെ ആക്കി. എന്നാലും ഇത് കാണുമ്പോൾ എവിടെ പോകുമ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇതിങ്ങനെ ഒഴിഞ്ഞ് ആ ടി വി ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു പിന്നെ ടി വി സെൻ്ററായിട്ട് മാത്രം വയ്ക്കുമ്പോൾ എനിക്ക് അതിനകത്തൊരു കാണുന്ന ഒരു വിഷമമുണ്ട്. പക്ഷേ ഏത് സ്ഥലത്തും ഏത് ജംഗ്ഷനിലും ഇതുണ്ടെങ്കിൽ അതിൻ്റെ പേര് ടി വി സെൻ്റർ എന്ന് തന്നെ ആയിരിക്കും, അല്ലാതെ ഒരു പേരും അതിനകത്തിട്ടില്ല. 1 മണി ബസ്സായത് 2:30 തിരിച്ചു, 1 മണി ബസ് 2:30 തിരിച്ചു. ഇത് എല്ലാവരും ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണ്. വെണ്ടയ്ക്കയും പാവയ്ക്കയും കത്തിരിക്കയും വഴുതളങ്ങയും അതെല്ലാം. ഇതിൻ്റെ ബാക്കിൽ കൃഷിത്തോട്ടമുണ്ട് അവർക്ക്, അവിടെ നിന്ന് കൃഷി ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത.
നിൽക്കട്ടെ. നീ ഇതിലെന്താ കൊണ്ടുണ്ടെന്ന് അറിയാവോ? എന്താ? ചിക്കൻ. ചിക്കൻ ഒരു ചിക്കൻ വേണം. ഒരു ചിക്കൻ കറി വേണം. ഇതെന്താണ്? സാമ്പാർ. മതി. കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് പകുതി കുറച്ച് സാമ്പാർ. ഞാൻ സാമ്പാർ അങ്ങനെ വലിയ താല്പര്യമില്ല, പക്ഷേ ഇവർ ഇവിടെ തന്നെ തയ്യാർ ചെയ്യുന്ന പച്ചക്കറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാമ്പാർ ഞാൻ കൂട്ടും. ഇത് കഴിക്കട്ടെ. ചൂടുവെള്ളമാണ്. 2 ചൂട്. കഞ്ഞിവെള്ളമല്ലേ? ഇല്ല. നല്ല വറുത്തരച്ചാണ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇത് വറുത്തരച്ചതാണ്. அப்படியா 4 பேர் வேணும் ஒட்டு தான் வந்தாங்க. எங்க அவங்க வந்தாங்க 2 பேரு. அவங்க இட்லி சாப்பிட்டாங்களே அவங்க வந்தாங்க. வந்திருக்காங்க. வந்துட்டாங்க. முன்னாடி அவங்க ஆஃப்டர் வச்சு அவங்க இருப்பாங்களே. வண்டியும் போகல என்ன மாதிரியும் இல்ல. வண்டி போகலாம். வரல என்ன? என்ன வேலை செய்யுது? மலைக்கு போயிட்டு வர்றது. மலைக்கு ஆவா. ശബരിമലയ്ക്കാ? அகஸ்திய கூட. ഓ അഗസ്ത്യ കൂടെ. ഓക്കെ. ഇത് എങ്ങനെ വരുന്നത്? ചെന്നൈ കിട്ട. അത് തിരുപ്പത്തൂർ அவங்க ஊர். ചെന്നൈ. തിരുപ്പത്തൂർ. അമ്മയുടെ വീട് തിരുപ്പത്തൂരാണോ? എന്റെ മോളെ അയച്ചിരിക്കുന്നത് തിരുപ്പത്തൂരല്ലേ? തിരുപ്പത്തൂരിൽ നിന്ന് ഒരു അഗസ്ത്യാർകൂടത്ത് വന്നിരിക്കണം. ഇതിനാണ് അഗസ്ത്യാർകൂടം പോകുന്നത്. എങ്ങനെ അഗസ്ത്യാർകൂടത്ത് പോയിട്ടുള്ള എന്നാ പോയതെന്നാ? എവിടെ നാളാச்சு പോയിട്ട്? போய் 2 days 3 days ஆச்சு. 3 days. 18th ஸ்டார்ட் பண்ணோம். 19th ஸ்டே. 20th ரிட்டர்ன். ഇപ്പൊ തിരുമ്പി വരുന്നത്? திரும்பி ரிட்டர்ன். എവിടെ சூப்பரா இருந்தது. എക്സ്പീരിയൻസ്. നടന്നു പോയാ? நான் നടന്നാ പോയി. എവിടെ കിലോമീറ്റർ? ஒன் வே பேஸ் கேம்ப் 13 கிலோமீட்டர், 13 கிலோமீட்டர்ஸ். பீக் 7 கிலோமீட்டர்ஸ். மொத்தம் 20 40 கிலோமீட்டர்ஸ். ഓ 40 கிலோமீட்டர். കണ്ടിന്യൂ നമുക്ക് இல்ல நைட் ஸ்டே. ஃபர்ஸ்ட் நாள் நைட் ஸ்டே, அப்புறம் செகண்ட் 2 days. എത്ര ദിവസം സ്റ്റേ ചെയ്ത്? இது வந்து ஒன்லி 1 month 40 days மட்டும் தான். 40 days மட்டும் தான். அதுக்கப்புறம் கிடையாது. அதுக்கப்புறம் ஆஃப் சீசன் தான். பட் ஆஃப் சீசன் வந்து அந்த அளவுக்கு சேஃப்டி இல்லை. சேஃப்டியா இல்லை அந்த அளவுக்கு. വേറെ ഏതായാലും இருக்கா? നിങ്ങൾ മാത്രമേ ഉള്ളൂ? வராங்கல்ல, அவர் ஐயா வராரு. வாங்கய்யா. வாங்கய்யா. உங்களதான் தெரிஞ்சிட்டு இருக்கான். இல்ல இன்னும் 2 பேர் இருக்காங்க. இன்னும் 2 பேர் வந்தாங்க. இன்னும் 5 பேர் வரணும். ஆமா. அவங்க இட்லி சாப்பிட்டு போனாங்கல்ல. நாங்க இறங்கும் போது 2 பேர் வந்தாங்க. ஆமா. அவங்க அங்க போகிறதுக்கு வெயிட்டர் இல்லை. இது உங்க சாப்பாடு எங்க வெறும் கஞ்சி தான் இருக்கு. പോകണമെങ്കിൽ എല്ലാവർക്കും അറിയാം. അവസരം കാരണമെങ്കിൽ നല്ല പിന്നെ ഭക്തിയും എടുത്ത് വ്രതം എടുത്തൊക്കെയാണ് പോകേണ്ടത്. അപ്പൊ അങ്ങനെയാണ് തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. ഒരു കഞ്ഞി മാത്രം കുടിച്ചുകൊണ്ടാണ് അവർ പോയത്. அகஸ்திய கூடம் ரொம்ப நல்லா இருக்கு. இது பார்த்தீங்கன்னா குறைஞ்சது ஒரு 3 நாள் தேவைப்படும். 3 days ப்ரோக்ராம். ஸோ ஃபர்ஸ்ட் டே பார்த்தீங்கன்னா பேஸ்லேருந்து உங்களுக்கு இந்த செக் போஸ்ட்லேருந்தே 13 கிலோமீட்டரு. ஸோ அதுக்கப்புறம் அது வந்து பேஸ் கேம்ப்பு ரீச் ஆகிடும். ஸோ அந்த 13 கிலோமீட்டர் வந்துட்டு கொஞ்சம் டஃப்பாக இருக்கும். பட் ஆனால் உங்களுக்கு இடையில உங்களுக்கு நிறைய ஃபால்ஸ் இருக்குது. நீங்கள் நல்லா ரெஃப்ரெஷ் பண்ணலாம். ஒரு எக்கோ ஸ்பேஸ், நல்ல ஸ்பேஸ். அது நல்லா உங்களுக்கு என்ஜாய் பண்ணி ட்ராவல் பண்ணுற மாதிரி இருக்கும். இது ஏதாவது எத்தனை ദിവസം எடுத்துருக்கு? இது வந்து பார்த்தீங்கன்னா இயர்லி ஒன்ஸு 40 days வந்து கேம்ப் ஓப்பன் பண்ணுறாங்க. ஸோ ஜனவரி 14th February 28 வரைக்கும் இருக்குது ஸ்கெடியூல் எவ்ரி இயர். விரதம் வந்து இப்போது யூஸ்வலாக பார்த்தீங்கன்னா ஒவ்வொருத்தர் இருக்காங்க. மேக்ஸிமம் எல்லாமே வந்து ஒரு 10 days ஃபாலோ பண்ணுறாங்க. மோஸ்ட்லி வந்து என்னென்னா அந்த ட்ரக்கிங் பாத் வந்து ரொம்ப ஹார்டாக இருக்கிறதுனால ஸோ விரதம் இருக்கிறது நல்லதுன்னு சொல்லிட்டு அகத்தியர் தெரியும் ஒரு நல்ல கடவுள், பெரிய கடவுள்ன்ட்டு. ஸோ அதுக்காகவே அதை வந்து ரொம்ப விரதம் இருந்து ட்ராவல் பண்ணி எத்தனை வாரம்? இது இந்த செகண்ட் இயர். இதுக்கு ஐயா 3 தடவை 3 times வந்திருக்காரு அவர். ஐயா ஐயா பார்த்த போது
ഇപ്പോഴത്തെ രജനി സാർ ரஜினி ஸ்டார் രജനി സാർ മാതിരി இருக்கு. அதிகமாக ஹிமாலயஸ் ட்ரெக் பண்ணுறோம். ஹிமாலயஸ் தான் அதிகமாக ட்ரெக் பண்ணுறேன். இப்போ இங்கே ஹிமாலயஸ் அதிகமாக வேற வேற நான் தனியாக நட்ராஜன் நரேன் சார் தனியாக வந்திருக்கேன். மணிசேகரன் நாங்கள் திருப்பத்தூர்லேருந்து வரோம். இவர் வந்து கோவிந்தராஜ். ஆமாம், இவர் திருப்பத்தூர். ஸோ இவர் இது ஃபஸ்ட் இயர். இவருடைய எக்ஸ்பீரியன்ஸ் நிறைய கேட்கணும். ஏன்னா இவர் வந்து ஒரு 3 இயர்ஸாக ட்ரை பண்ணுவோம் நாங்கள் இவருக்காக. ஸோ கிடைக்கல, ஆன்லைனில் கிடைக்காதனால. ஸோ இவருக்கு எப்படியோ இன்றைக்கி அதிர்ஷ்டம் கிடச்சிது. இப்போ ஆக்சுவலாக ஒருத்தருக்கு புக் பண்ணவரை வர முடியல, லாஸ்ட் மினிட்ல இவருக்கு நேம் ட்ரான்ஸ்ஃபர் பண்ணி அது பெரிய ப்ராசஸ் ஃபாலோ பண்ணி ஃபாரஸ்ட் டிபார்ட்மெண்ட்டில் இவருக்கு இது பண்ணோம். பட் இவருக்கு ஒரு நல்ல எக்ஸ்பீரியன்ஸ், நல்லா என்ஜாய் பண்ணார். கேரளாவில் இப்படி ஒரு இடம் பார்க்கறதுக்கு நல்லா அழகாக இருந்துச்சு. அகத்தியரில் போய் நல்லா பார்த்துட்டு தரிசனம் பண்ணிட்டோம். ரொம்ப சிறப்பாக இருக்குது. பார்க்கும்போது ஒரு சின்ன ஆர்டிஸ்ட் மாதிரிയൊക്കെ இருக்கு. அந்த ஒரு கொஞ்சம் பாட்டு பாட்டு இல்லை, பாட்டு வராது. பாட்டு கொஞ்சம் கொஞ்சம் தான், கொஞ்சம் கொஞ்சம் 2 வரி பாடலாம். மலையாளத்தில் பாடலாம், இல்லை சிறப்பாக எந்த தமிழ் தமிழ் பாட்டு தான். 2 லைன். முருகர் பாட்டு. அரகரோ கரா முருகா, அரகரோ கரா, அரகரோ கரா சுவாமி, அரகரோ கரா, கந்தமலை முருகனுக்கு அரகரோ கரா, கந்தமலை முருகனுக்கு அரகரோ கரா, அதிகமலை அகத்தியருக்கு அரகரோ கரா, அதிகமலை அரகருக்கு அரகரோ கரா, அரகரோ கரா சுவாமி, அரகரோ கரா, அரகரோ கரா முருகா, அரகரோ கரா, அரோ கரா. ஃபாரஸ்ட் நல்லா பண்ணுறாங்க, ஃபாரஸ்ட் டிபார்ட்மெண்ட் நல்லா பண்ணுறாங்க, நல்லா பண்ணுறாங்க. சேஃப்டி நல்லா இருக்கு, ஃபுட் அரேஞ்ச்மெண்ட்ஸ் நல்லா இருக்கு. ஃபாரஸ்ட்டு அங்கே இல்லை, அங்கே இருக்க ஃபாரஸ்ட் நல்லா பண்ணுறாங்க. லோக்கல் கைட்ஸ் நல்லா அரேஞ்ச் பண்ணுறாங்க, கைடன்ஸ் நல்லா கொடுக்குறாங்க. ஏதாவது ஒரு அனிமல்ஸ் இருந்துச்சுன்னா ஸ்டாப் பண்ணிடுறாங்க, நம்மளுக்கு இன்டிமேட் பண்ணிட்டு நல்லா கோஆப்ரேட் பண்ணுறாங்க. அதே மாதிரி கிளைமேட் ஏதாவது கொஞ்சம் അങ്ങനെ ഒരു കമന്റ് இருக்கு. ஆமாம் இருக்கு கண்டிப்பாக இருக்கு. அதே மாதிரி நல்லா ஸ்ட்ரிக்டாக இருக்காங்க, ரூல்ஸ் ஃபாலோ பண்ணுறாங்க, பிளாஸ்டிக்ஸ் அவாய்ட் பண்ணுறாங்க. அது ஒரு நல்ல ஒரு பழக்கம். அது இல்லைன்னா ரொம்ப கெட்டு போகும் காடு ரொம்ப கெட்டு போகும். நிறைய ஒரு பரவாயில்ல, இது ஓரளவுக்கு இப்படி தான் இருக்கணும். പറഞ്ഞേട്ടാ, അതായത് ഫോറസ്റ്റിലെ എല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു. നല്ല നല്ല ഗൈഡായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ കേൾക്കുമ്പോൾ എനിക്കും കൂടെ ഒരു അഭിമാനമാണ്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും, എല്ലാ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർക്കും പുറത്തെ സ്ഥലങ്ങൾ മറ്റ് സ്റ്റേറ്റിലുള്ളവർ വരെ വന്ന് എല്ലാവരും നല്ല സഹകരണമെന്ന് പറയുമ്പോൾ അതിലപ്പുറത്ത് സന്തോഷമില്ല. എൻ്റെ വകയും കൂടെ ഒരു താങ്ക്സ്. ഓക്കെ, അപ്പോൾ ബൈ, സന്തോഷം. താങ്ക് യു. ഇനി 2:30 മണിക്ക് തിരിച്ച് റിട്ടേൺ ബസ് തിരിച്ച്. ഓക്കെ രജനി സാർ, താഴോട്ട് ഇറങ്ങിയാണ്, ചുരം ഇറങ്ങിയാണ്. അഗസ്ത്യാർകൂടത്തിൽ പോകുന്നവരൊക്കെ കണ്ടു, അവരെ വിശേഷങ്ങൾ പങ്കുവെച്ചു. അവിടെ നിന്ന് നല്ലൊരു ഊണ് കഴിച്ച് അങ്ങനെ താഴോട്ടിറങ്ങുകയാണ്. ഓക്കെ, കണ്ട അങ്ങ് ദൂരെ ഒരു ഉണക്കമരമുണ്ട്, ഉണക്കമരം. പക്ഷെ അതിനകത്ത് എനിക്കൊന്ന് ഇലയും ഒന്നും ഇല്ലാത്തതാണ് എൻ്റെ ഭംഗി. അവിടെ കാണിച്ചു കൊടുത്തു, ഒരു വേര് കാണിച്ചു കൊടുത്ത സമയത്ത് ആ പുള്ളി അതിനകത്ത് നോക്കിയിട്ട് അയ്യോ എന്ത് രസമല്ലേ, എൻ്റെ അമ്മമ്മ കണ്ടിരുന്നെങ്കിൽ അപ്പോഴെന്നെ വെട്ടിക്കണ്ടിച്ച് കട്ടച്ചായ ഇട്ടിരുന്നത്. കാരണം നമ്മൾ കാണിക്കുന്ന ഒന്നും അവരതിന് വേറെ ഉപയോഗത്തിനൊക്കെ എടുക്കും. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതിന് വിദേശികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തെന്നറിയാമോ, അതിന് മൂടോടെ കൊണ്ട് അവർ വീട്ടിന് മുറ്റത്ത് വയ്ക്കാൻ തോന്നും. മറ്റാണെന്നുണ്ടെങ്കിൽ വേറെ ആളെന്നുണ്ടെങ്കിൽ എന്തിന് വിറവ്, ഗ്യാസൊന്നും വേണ്ട, ഒന്നും വേണ്ട, ഇന്ന് ഒരു മാസത്തേക്ക് കത്തിക്കാനുള്ള വിറക് കിട്ടി എന്ന് പറയും. ഇനി വേറെ പാട്ടും കൂടെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ അതിനെനിക്ക് ഒരു ഫിഗർ പിടിക്കേണ്ടി വരും. ഏത് ഫിഗർ എന്നറിയാമോ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ പാടേണ്ടി വരും. ഇതിൽ കൊഴിഞ്ഞു വസന്തം ഇളമൂടിപ്പൂവിരിഞ്ഞു, ഇതിലെ വരൂ ഇണക്കിളി ഇളം ചുണ്ടിലോ മനപ്പാട്ടുമാ.
ഇങ്ങനൊരു പാട്ട് ഇങ്ങനെ എനിക്ക് പേര് പിടിക്കേണ്ടി വരും. ഇതൾ കൊഴിഞ്ഞു വസന്തം ഇലമൂടിപ്പൂവിരിഞ്ഞു. ആളാരാണെന്ന് മനസ്സിലായോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാണ്. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പ്രേമിക്കാൻ പഠിപ്പിച്ച ഒരു ആർട്ടിസ്റ്റാണ്. ആരാണ്? നമ്മളെ വേണു നാഗവള്ളി സാറ്. ഭയങ്കര ഇഷ്ടം. അതും അതിന് കണക്കാക്കി ദാസേട്ടൻ പാട്ടും കൂടെ പാടിക്കൊടുക്കാം. അദ്ദേഹത്തിൻ്റെ പടത്തിലെ പാട്ടെല്ലാം ഹിറ്റാണ്. ആഹാ, സൂര്യൻ മേളിലിങ്ങനെ ഉദിച്ചങ്ങനെ നിൽക്കുകയാണ്. താഴോട്ട് വരുമ്പോൾ വള്ളി റോഡ് എന്ന് പറയാൻ കാര്യം എന്നറിയാം. നമ്മൾ ദുബായിലൊക്കെ എന്നിട്ട് കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ എന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയല്ല വെക്കുന്ന ദുബായിലെ റോഡ് അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ മേളിൽ ഇങ്ങനെ നമ്മൾ ദുബായിലൊക്കെ പോകുമ്പോൾ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയിട്ട് മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെ ചുറ്റി പണഞ്ഞ് കിടക്കുക. ഇതിൻ്റെ ഇനി ഒന്ന് വൈഡ് എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കി തരും. ഒന്ന് വൈഡ് എടുക്കുമ്പോൾ കറക്റ്റ് ദുബായിലെ റോഡാണ്. എങ്ങനെയാണ്? സൂപ്പറല്ലേ? ഇത് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് എന്ത് ബലമുണ്ടെന്നറിയാത്? ഭയങ്കര ബലമാണിത്. ഇത് ചെറിയ വള്ളിയല്ല അത്. അപ്പോൾ ഇതിനാണ് വള്ളി റോഡ്. ദുബായ് എന്നല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ മേളിൽ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ റോഡ് ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ചുറ്റി ഇവിടുന്ന് റോഡ് അങ്ങോട്ട്, അവിടുന്ന് റോഡ് ഇങ്ങോട്ട്, ഒരു പാലം അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെയല്ലേ കിടക്കുന്നത്? അതുപോലെയല്ലേ കിടക്കുന്നത്? ഇനി ചാടട്ടെ. ഒരു മരത്തിൽ വേറൊരു മരം കിളിച്ചിപ്പുണ്ട്. അതായത് ഒരു പ്രത്യേക ഒരു ഡിസൈനിലാണ് ഇങ്ങനെ കയറി പോയിരിക്കുന്നത്. ഇത് നോക്കുന്ന സമയത്ത് അറിയാം അത് ഒരു മരമാണ്. പക്ഷേ അതിൽ വേറൊരു മരം കൂടെ ഒരു സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു മരം കൂടെ കിളിച്ചിപ്പുണ്ട്. അതിങ്ങനെ മേളോട്ട് പോകുന്ന സമയത്ത് ആ കിളിച്ച് നിൽക്കുന്ന മരത്തിൻ്റെ ആ ഇലകൾ പച്ചയും ബാക്കിയുള്ള താഴോട്ടുള്ള മരം ഉണക്കയാണ്. കണ്ട, ഇത് വരച്ച് വെച്ചല്ല, പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്തതുപോലെയാണ് ഇതിരിക്കുന്നത്. മരം ഉണക്കയായിട്ടാണ് നിൽക്കുന്നത്. അതും കണ്ടാൽ കറക്റ്റായി തിരിച്ചറിയാൻ പറ്റും. കണ്ടോ? ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വീഡിയോ ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ട്, മില്യൺ കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എത്ര മില്യൺ സബ്സ്ക്രൈബ് ആകണം. അപ്പോൾ നിങ്ങൾ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോ എന്ന് ഉറപ്പ് വരുത്തുക, നോക്കുക. ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.